അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ പിശാചിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഇനി ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ പിശാചിന് താമസിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെയൊക്കെ വീടുകളിൽ? പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ വന്നത് ഇല്ല, ഒരിക്കലും പിശാചിനൊന്നും ഭക്ഷണം കൊടുത്തിട്ടില്ല. പിന്നെ പിശാചിന് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുക, അതൊന്നും ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെയുള്ളൊരു പ്രവർത്തനവും നമ്മൾ ചെയ്തിട്ടില്ല എന്ന് നിഷ്പ്രയാസം രണ്ടാമതൊന്നും ആലോചിക്കാതെ നിങ്ങളെല്ലാവരും പറയും. പക്ഷെ ഞാൻ പറയുന്നു, നമ്മൾ പല ആളുകളും പിശാചിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം, നല്ല വില കൂടിയ ഭക്ഷണം സ്പെഷ്യല് നമ്മുടെ വീട്ടിലുണ്ടാക്കി അന്നൊക്കെ പല വീടുകളിലും പിശാചിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ മനോഹരമായ നമ്മുടെ സ്വപ്ന ഭവനത്തിൽ പലപ്പോഴും പിശാചിനെ നമ്മൾ കിടത്തി ഉറക്കിയിട്ടുണ്ട്. എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇദാ ദഖല റജുലു ബൈത, ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുറത്തു പോയിട്ട് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി, വീട്ടിൽ കയറുന്ന സമയത്ത് അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. ഇൻദ തുആമിഹി, അങ്ങനെ വീട്ടിൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഭാര്യയോ ഉമ്മയോ ഓരോ ഭക്ഷണമൊക്കെ വിളമ്പി. ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവൻ എന്ത് ചെയ്തു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഖാല ശൈത്വാനു, പിശാചു പറയും, ലാ മബീത ലക്കും വലാ അശാ, നിങ്ങൾക്ക് ഇന്ന് രാത്രി താമസം ഈ വീട്ടിലില്ല. ഇത്ര മനോഹരമായ വീട് അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ ബിസ്മി കൊണ്ട് വലിയ പ്രതിരോധം അവൻ തീർത്തിരിക്കുന്നു. നിങ്ങൾക്കിന്ന് താമസിക്കാനുള്ള യാതൊരു ഓപ്ഷനും ഇവിടെ ഇല്ല. നല്ല സ്വാദിഷ്ടമായ സുഭിക്ഷമായ ഭക്ഷണമൊക്കെ ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്, പക്ഷേ പിശാചുക്കളെ നിങ്ങൾക്ക് ആ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ബിസ്മി എന്ന പ്രതിരോധ മന്ത്രം കൊണ്ട് അവൻ ഭക്ഷണം കഴിക്കൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരല്പം ഭക്ഷണം പോലും നിങ്ങൾക്കിവിടെ ലഭ്യമല്ല എന്ന് പിശാച് പറയും. തൊട്ടുടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ആ മനുഷ്യൻ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വലം യദ്കുരിസ്മല്ലാഹ്, അവൻ ബിസ്മി ചൊല്ലില്ല. അതേപോലെ തന്നെ ഭക്ഷണം വിളമ്പി മുന്നിൽ കൊടുന്ന് വെച്ച സമയത്തും അവൻ ബിസ്മി ചൊല്ലിയില്ല. ആ സമയത്ത് പിശാച് പറയും, അദ്റക്തുമുൽ മബീത വൽ അശാ, നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ലഭിച്ചിട്ടുണ്ട്, ഭക്ഷണ സൗകര്യം നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്, നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു കൊള്ളുക, ഈ മനോഹരമായ ഭവനത്തിൽ നിങ്ങൾ താമസിച്ചു കൊള്ളുക. അങ്ങനെ പിശാചിൻ്റെ ഒരു സാന്നിധ്യത്തോടുകൂടെ ദിക്റ് ചൊല്ലാതെ വീട്ടിലേക്ക് പ്രവേശിച്ച, വീട്ടിൽ ദിക്റ് ചൊല്ലാതെ ഭക്ഷണം കഴിച്ച അദ്ദേഹത്തിൻ്റെ അന്നത്തെ സാഹചര്യമായി തീരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തും വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ പിശാചിൽ നിന്നുള്ള വലിയ സംരക്ഷണം ലഭ്യമാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിഅ ഇൽമ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.